ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, നിന്നെ ഒരാൾ നോക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതെന്റെ തെറ്റ്. നമ്മൾ സംസാരിച്ചപ്പോ എവിടെയോ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നീയെന്ന്. പോട്ടെ, ഇനി അതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കും, മനസ്സ് നിറച്ച് ആഘോഷിക്കും. അതുകൊണ്ട് തന്നെ നിത്യോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. നാളെ രാവിലെ നമ്മൾ അച്ഛനെ കാണാൻ പോകുന്നു. അച്ഛനോട് ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാനാണ് പറയാൻ പോകുന്നത്. അമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കില്ല എന്നറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ഓരോ നിമിഷവും സ്വഭാവം മാറിക്കൊണ്ട് നിൽക്കുന്നൊരു മകനെ എങ്ങനെ വിശ്വസിക്കാനാ, അല്ലേ? ഇന്ന് മുഴുവൻ നമ്മുടെ ആഘോഷം. ശരവണ, നീ എന്താണ് അങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്? ഈ നിൽക്കുന്ന ആരാടാ? നിന്റെ പെങ്ങളല്ലേ? പെങ്ങളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു പറയുമ്പോ നിന്റെ മുഖത്ത് സന്തോഷമല്ലടാ വേണ്ടേ? ചിരിക്കേ. എന്താ സോമി? ശരി, ഞാനിപ്പോ വരാം. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചെത്തും. ചോദിക്കാൻ മറന്നു, ഈ കാര്യം ഹരി അറിയിച്ചായിരുന്നോ? ആദ്യം അറിയേണ്ടത് ഹരിയല്ലേ. അയാളുടെ സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും കാണണ്ടേ? അറിയിച്ചു നിത്യ? ആന്ത് പറ്റി? ഞാൻ വിളിക്കണോ ഹരിയെ? വേണ്ട. ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അതിനിടയിൽ ആവശ്യമില്ലാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിത്യയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ഹരിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പോയിട്ട് വരട്ടാമേ. ആരറിയരുതെന്നാണോ നമ്മൾ കരുതിയത്? എല്ലാം അറിഞ്ഞ് അവൻ തന്നെ നമ്മുടെ മുമ്പിലെത്തി. എന്നമ്മ, ഇവരെന്താ മാതിരിയല്ല. അറിയില്ല ശരവണ, ഒന്നുകിൽ എല്ലാം ഒന്നിച്ച് അവസാനിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിക്കാനിരിക്കുന്നു.